എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. ലോകത്തുള്ള എല്ലാ മലയാളിയും മറക്കാത്തൊരു ഡേറ്റാണ് ഇന്നത്തെ ഏപ്രിൽ 15 വിഷു. പിന്നെ നമ്മളിത് 106X ബസ്സിൽ കയറി നേരെ അബുഖലീഫ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിഷു സെലിബ്രേറ്റ് ചെയ്യുന്നത് നന്ദുസാറിൻ്റെ വീട്ടിലാണ്. എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് തന്നെ കാണണേ. അപ്പോൾ സദ്യ എല്ലാം റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് നമുക്ക് നോക്കാവേ. സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, എല്ലാ സാധനവും ഉണ്ട്. ഒരുപാട് നാളായി ഒരു സദ്യ കഴിച്ചിട്ട്. കഴിഞ്ഞ ഓണത്തിന് കഴിച്ചതാണ്. പിന്നെ ഇനി ഇത് ഈ വിഷു ആകുമ്പോഴാണ് കഴിക്കുന്നത്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നന്ദുസാറിൻ്റെ വീട്ടിലാണ്. ആളിത് നല്ല കോളിങ്ങിലാണ്. അപ്പം നമുക്കൊരു പാലടപ്രഥമനും ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ ഉരുളിയൊക്കെ വെച്ചു. ഉരുളി വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ തന്നെ നെയ്യ് അങ്ങ് ഒഴിച്ചേ. അപ്പോൾ ഈ നെയ്യ് ഒഴിക്കുന്നതാണ് ആതിര ചേച്ചിയെ, നന്ദുസാറിൻ്റെ വൈഫ്. അപ്പോൾ ചേച്ചി പായസം ഉണ്ടാക്കുന്ന കിടിലനെ. ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ പാലടപ്രഥമൻ കഴിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാവേ. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ഇട്ട് നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഈ സാധനം ചൂടാകുമ്പോൾ തന്നെ ഇതെല്ലാം കുറച്ചങ്ങ് സെറ്റായിക്കോളുവേ. പിന്നെ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്ന കശുവണ്ടി നടുവേ കീറി വെക്കുവാണ്. ഇതിനി നമ്മൾ തിളച്ച നെയ്ക്കകത്തോട്ട് ഇടണേ. അതിനുവേണ്ടിയാണ് ഇത് അരിഞ്ഞു വെക്കുന്നത്. അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ആ കശുവണ്ടി അതിൻ്റെ അകത്തോട്ട് ഒന്നിച്ചങ്ങ് ഇട്ടേ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. അത് ഒന്ന് റെഡിയായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്ന ഉണക്കമുന്തിരിങ്ങയാണ്. അത് ഉണക്കമുന്തിരി ഇപ്പം ചേർക്കുകയില്ല, കശുവണ്ടി ഒന്ന് ഇതായി കഴിഞ്ഞിട്ടേ ചേർക്കുള്ളേ. അപ്പോൾ നമ്മൾ അടുത്ത ഉണക്കമുന്തിരി ഇട്ടു. ആദ്യം എടുത്ത കശുവണ്ടി നമ്മൾ കോരി മാറ്റി വെച്ചേ. ഉണക്കമുന്തിരി പെട്ടെന്ന് റെഡിയാവേ. അത് നല്ല നെയ്യ് ഒന്നാമത് ചൂടായിട്ടിരിക്കുകയാണല്ലോ. നമ്മൾ ആദ്യം തന്നെ കശുവണ്ടി വറുത്തതിൻ്റെ ഇതുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായത് കണ്ടോ. നല്ല രീതിയിൽ തന്നെ കുമളയൊക്കെ വന്ന പോലെയാണ് ഉണക്കമുന്തിരി ഇരിക്കുന്നത്. ഇപ്പം ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്ന പാലാണേ. ഫസ്റ്റ് 1 ലിറ്റർ പാലൊഴിച്ചേ. അങ്ങനെ ഓരോ ലിറ്റർ വെച്ച് ഒഴിച്ചുകൊണ്ടിരുന്നേ. 1 ലിറ്ററിൻ്റെ പാക്കറ്റായിരുന്നേ. അപ്പം ടോട്ടൽ ഒരു 5 ലിറ്റർ പാലൊഴിച്ചിട്ടുണ്ട്. ചേച്ചി നമ്മളോട് ഈ പായസത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണേ. വേറൊന്നുമല്ല, നമ്മുടെ ഈ പാലടപ്രഥമൻ വെറും ഒരു ഡെസേർട്ടല്ല. അതായത് നമ്മുടെ കേരളത്തനിമയുടെ ഒരു ഹെറിറ്റേജ് ഐറ്റം തന്നെയാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. പാല് തിളച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അടയെല്ലാം ഇട്ട് തുടങ്ങിയിരുന്നേ. അപ്പം അട പാക്കറ്റെല്ലാം പൊട്ടിച്ച് ഇപ്പം 4 പാക്കറ്റ് അട നമ്മൾ ഇട്ടിട്ടുണ്ട് പാലിൻ്റെ അകത്ത്. ഇത് ചേച്ചി തന്നെ ഏതാണ്ട് സ്പെഷ്യലായിട്ട് ചെയ്തേക്കുന്ന കൂട്ടാണ്. അപ്പം എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാവേ. പായസം നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പം ആ കൂടെ തന്നെ പഞ്ചസാരയും കൂടി ഇടുവാണ്. പഞ്ചസാര ഇട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അടുത്ത് ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി ഏലക്കയൊക്കെ റെഡിയാക്കുവാണ്. അപ്പോൾ പിന്നെ നമ്മൾ ആ കിസ്മിസും അണ്ടിപ്പരിപ്പും എല്ലാം കൂടെ അങ്ങ് ഇട്ടേ. ഇനി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുവാണ്. അപ്പം നമ്മുടെ പായസം ഏകദേശം ഒരു 75% പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ മുഖത്ത് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ കാണാനുണ്ട്. പിന്നെ സൗമ്യ ചേച്ചി ഫുള്ള് തിരക്കാണ്. ഒരാൾ നമ്മൾ ഈ പായസം ഉണ്ടാക്കുമ്പോൾ തൊട്ട് നമ്മൾ ആ കസേരയിൽ ഇരുത്തിയേക്കുവാണ്. ഫുൾ സപ്പോർട്ടായിട്ടിരിപ്പുണ്ട്. അടുത്തത് നമ്മൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഇട്ടു. മിൽക്ക് മെയ്ഡ് കുറച്ചേ ഇട്ടുള്ളേ. കുറച്ചുകൂടെ ടേസ്റ്റും മണവും കിട്ടാൻ വേണ്ടിയാണെന്ന് ചേച്ചി പറഞ്ഞത്. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച ഏലക്കായും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സദ്യ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ്. ഇതെല്ലാം ഹാളിലെല്ലാവരും നിൽക്കുവാണ്. അതേ പിള്ളേർ 2 പേരും അവിടെ ഇരുന്നു. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെ എനിക്കും. അങ്ങനെ ഞാൻ ആദ്യത്തെ പന്തിയിൽ തന്നെ ഇരിക്കാൻ പോണേ. പിള്ളേരോട് തന്നെ ഇരിക്കുവാണ്. അപ്പം നമ്മൾ ഇല ഉപയോഗിച്ചിരിക്കുന്നത് പേപ്പർ വാഴയിലാണ്. ഈ വാഴയില കിട്ടാനില്ലായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ. അപ്പോൾ കറികളെല്ലാം തന്നെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി ആ സദ്യക്ക് മുൻപുള്ളൊരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഓരോന്ന് പെറുക്കി തിന്ന്. എപ്പോൾ സദ്യക്ക് ഇരുന്നാലും നമ്മൾ ആദ്യം കഴിക്കുന്നത് ചിപ്സും ശർക്കര വരട്ടിയായിരിക്കും അല്ലേ? ഞാനങ്ങനെയാണ്. എല്ലാവരും തന്നെ അങ്ങനെ ആയിരിക്കും അല്ലേ? ആദ്യം ഇലയിൽ മറ്റേ ശർക്കര വരട്ടിയും ചിപ്സും ഒക്കെ വെക്കുമ്പം അത് വയ്യെ 2 കഷ്ണം തിന്ന്. അപ്പം കറി തിന്ന് തീർക്കുന്നതിന് മുന്നേ വയ്യ ചോറൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചോറ് വിളമ്പ് സ്റ്റാർട്ട് ചെയ്തു. അടുത്തതായിട്ട് ചോറിടുന്നത് ചേട്ടൻ എൻ്റെ ഇലക്കകത്താണ്. അപ്പം നമ്മുടെ വിഷു സദ്യ അങ്ങ് സ്റ്റാർട്ടായേ. നമ്മളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ആൾക്കാർ ഇരിക്കാനുണ്ട്.
അപ്പം ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്തേ ചോറുണ്ണാനെ. എൻ്റെ അടുത്തിരിക്കുന്ന സ്നേഹിതൻ കണ്ടോ എന്നാ ഡീസൻ്റായിട്ടാണ് ഫുഡ് കഴിക്കുന്നതെന്ന് നോക്കി. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും സദ്യ ഏകദേശം പൂർണ്ണതയിലേക്ക് എത്താറായേ. നമ്മുടെ സദ്യ ഫിനിഷായി. ഇതേ ഞാൻ പായസമൊക്കെ കഴിച്ച് പഴവും കൂട്ടി ഞെരടി എൻ്റെ സദ്യ ഞാൻ ഫിനിഷാക്കുവാണേ. അപ്പം സംഭവം പൊളിച്ചു. പായസവും കിട്ടലുണ്ടായിരുന്നേ. ഇനി നമ്മൾ കഴിച്ചവരെല്ലാം നമുക്ക് വിളമ്പി തന്നവർക്ക് വിളമ്പി കൊടുക്കുവാണേ. അപ്പോൾ ഇനി ആൾക്കാർ ഇരിക്കാനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞിട്ട് വിളമ്പൽ ഇച്ചിരി പാടാട്ടോ. പിന്നെ നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കുമല്ലേ കസേരയിലിരുത്തി ചോറ് കൊടുക്കുന്നത്. ഇത് കണ്ടോ, സ്പേസ് ഇല്ലാത്തതുകൊണ്ടാട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. ഇത് കണ്ടോ, ടേബിളിൽ ഒരാൾ, കസേരയിൽ ഒരാൾ, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കാര്യം, ആ പാലടപ്രഥമൻ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് പായസങ്ങളിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസം എന്ന് പറയുന്നത് പാലടപ്രഥമനാണ്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാവേ. എല്ലാവർക്കും ഗുഡ് ബൈ.